Hi everybody, welcome to my channel. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് 3 varieties of rices ആണ്. അപ്പോൾ 3 കളറിലുള്ള 3 ടേസ്റ്റിലുള്ള 3 തരം ചോറുകൾ. നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കാവട്ടെ കുട്ടികൾക്കാണെങ്കിലോ സ്കൂളിലോട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ 3 varieties of rices ആണ്. ഒന്നാമത്തേത് ടൊമാറ്റോ റൈസ്, സെക്കൻഡ് വൺ വന്നിട്ട് പനീർ ബട്ടർ മസാല റൈസ്, തേർഡ് വൺ വന്നിട്ട് ഒരു ഗ്രീൻ കളറിലുള്ള ഗ്രീൻ പുലാവ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലുള്ള ചോറാണ് എല്ലാത്തിനും. അപ്പം ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കപ്പാണ് ആക്ച്വലി. ആ 2 കപ്പ് ചോറ് ഇതിനകത്ത് കൊള്ളും. അതിൻ്റെ ഒരു അളവിൽ വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു കൺഫ്യൂഷൻ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത് പറഞ്ഞത്. സോ ഈ 3 വെറൈറ്റീസ് ഓഫ് റൈസസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടൊമാറ്റോ റൈസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ എണ്ണ വെച്ചെടുക്കാം. എണ്ണ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം, 2 പട്ട, 2 ക്ലോവ്, 3 വറ്റൽമുളക്, ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ ബൈറ്റിലും ഓരോ കപ്പലണ്ടി കിട്ടുന്ന പോലെ ഞാൻ ആവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇടാം. കുറച്ച് കരിവേപ്പില. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ടൊമാറ്റോ ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 3 ടൊമാറ്റോ, 3 ടൊമാറ്റോയുടെ പേസ്റ്റ്. ഇത് നന്നായിട്ടൊന്ന് കുക്കാവണം. ഇതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ മാറി വരണം. അതുവരെ ഒന്ന് നമുക്ക് തീയിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇത് സിംപിളസ്റ്റ് വേ ഓഫ് ടൊമാറ്റോ റൈസാണ്. ഇതിൽ സവോള ഇട്ടിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഉള്ളതിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരിക്കും ഇത്. ഒരു 2 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വറ്റി ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ പോയി. ഇനി നമ്മൾ എടുത്തിട്ടെടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് സോൾട്ട് ഇട്ടെടുക്കാം. റൈസിൽ ഓൾറെഡി കുറച്ച് സോൾട്ട് ഉണ്ടാവും, അപ്പം അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഇട്ടെടുക്കാം. ഒരുപാട് വറ്റിച്ചെടുക്കണ്ട, നമുക്ക് കോട്ടയാണ് റൈസ് മുഴുവൻ. ഓക്കെ, ഈ സമയം നമുക്ക് റൈസ് ഇട്ടെടുക്കാം. ഇതൊരു 1 കപ്പ് വേവിച്ച പൊന്നേരിയാണ്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറ് ബാക്കിയുണ്ടെന്ന് വിചാരിച്ചു. രാത്രിത്തേക്ക് ഡിന്നറിന് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാം. സിമ്പിൾ, നമ്മുടെ റെസിപ്പി റെഡിയായി. 1 മിനിറ്റ് വയ്ക്കാവുന്ന ആ മസാലയൊക്കെ ഒന്ന് ഇതാവും. അവസാനം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ചെയ്യാം. അത് സെർവ് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് വെറൈറ്റി ആയ പനീർ ബട്ടർ മസാല റൈസ്. അത് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിരിക്കും. അതിനുവേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് പനീർ നമുക്ക് ഇട്ട് കൊടുക്കാം. പനീർ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ ഫ്രൈ പോലെ ഒന്ന് ആക്കിയെടുക്കണം. ആദ്യം എടുക്കുന്ന ഒരു റൈസിൻ്റെ എമൗണ്ടിന് മതി. രണ്ട് സൈഡൊന്ന് കളർ മാറുന്ന വരെ മാത്രം. അപ്പോൾ ഞാനിത് 2 സൈഡും ഒന്ന് ജസ്റ്റ് കളർ മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇത് നമുക്ക് കുറച്ചും കൂടെ ഇതേപോലെ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇത് ബട്ടർ മസാലയുണ്ട്, ബട്ടർ നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിക്കാം. ഇത് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, പെരിഞ്ചീരകം, പിന്നെ ചെറിയ ജീരകം എല്ലാം കുറച്ച് എമൗണ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ കുറച്ച് റൈസല്ലേ വെക്കുന്നത്, അതിന് വേണ്ടി മാത്രം. അതൊന്ന് ഇതൊക്കെ ഫ്രൈ ആവട്ടെ. ഒരു സവോള നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 സ്പൂൺ മതി, 1/2 ടീസ്പൂൺ. അത് മിക്സ് ചെയ്യാം. ഒരു തക്കാളി,
അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനോട് കുറച്ച് വെള്ളം എടുക്കുക മതി. നമുക്ക് തീ ഓഫാക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരയ്ക്കാം. ഇപ്പോൾ ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മിക്സിയിലിടാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സോക്ക് ചെയ്ത കാഷ്യൂ നട്ട്സ് ഇടുന്നുണ്ട്, ഒരു 7-8 എണ്ണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനകത്തോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ടേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ ലേശം വെള്ളം ഒഴിച്ചെടുക്കാം. ഓക്കെ, കാഷ്യൂ നട്ടിൻ്റെയാണ് ഈ തിക്നെസ്. നിങ്ങളുടെ കയ്യിൽ കശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ ഈ സമയത്ത് കശ്മീരി ചില്ലി പൗഡർ ഇടാം. ഞാൻ അധികം കശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് നോർമൽ മുളക് പൊടി 1/2 ടീസ്പൂൺ മതി. ഓവറായിട്ട് എരിവ് പാടില്ല. 1/2 ടീസ്പൂൺ. ഇത് ഒരു കളറിങ്ങിന് വേണ്ടി മാത്രമാണ്. അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം അതൊരു കളർ നമുക്ക് തരും, ചെറിയൊരു സ്വീറ്റ്നെസ്സും കൂടെ തരും. ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാവുന്നൊരു റെസിപ്പി ആയിരിക്കും. ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്യുക. അതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീർ അതെല്ലാം ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം എനിക്ക് ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ കെച്ചപ്പിനകത്ത് കുറച്ച് ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ ആദ്യം സവള ഇട്ടല്ലോ വാട്ടി, പക്ഷെ കുറച്ച് കുറവാണ്. അപ്പം ലേശം ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്യാം. ചോറിൽ ഉപ്പുണ്ട്, അതെപ്പോഴും ആലോചിക്കണം. ഒന്ന് ഗ്രേവി ഒന്ന് ലേശം ഒന്ന് തിക്കനാകും. ഇത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിനകത്തോട്ടേക്ക് ഒരു 1 സ്പൂൺ ഫ്രഷ് ക്രീം, അല്ലെങ്കിൽ ഒരു 1.25. എനിക്കിതിൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തീ നല്ല സ്ലോയിൽ വയ്ക്കണം. ഓക്കെ, ഇനി ഇതിനകത്തൊട്ടിക്ക് ഇടേണ്ടതാണ് ഏറ്റവും ഫ്ലേവർ. നമ്മുടെ പനീർ ബട്ടർ ചിക്കൻ ബട്ടർ മസാലയിലൊക്കെ ഇടുന്നതാണ് ഈ കസ്തൂരി മേത്തി. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. ഇതാണ് ശരിക്കും ഈ ഒരു കറിയുടെ ഒരു ഫ്ലേവർ തരുന്ന ഒരു ഇല. അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് മിക്സ്. ഇനി കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്. ഓക്കെ, അഗൈൻ മിക്സ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഈസ് റെഡി. ഇനി റൈസ്, ബോയിൽഡ് ചോറാണ്. ഞാൻ ഇവിടെ പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു ഇത്രയും വലിയൊരു കപ്പുണ്ട്. ഓക്കെ, എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. വാ, നല്ല മണം. ഇത് ഞാനൊരു ദിവസം ആക്സിഡൻ്റലി ചെയ്തൊരു റെസിപ്പിയാണ്. ഞാൻ പനീറിന് പകരം ചിക്കൻ സോസേജ് വെച്ചിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു. എനിക്കത് ഞാനാണ് ഈ റെസിപ്പി കണ്ടുപിടിച്ചെന്ന് തോന്നി. ഇതൊരിക്കലും ഈ റെസിപ്പി വേറെ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല. കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, ഒരു മിനിറ്റ് അത്ര തന്നെ ഒന്ന് എടുക്കാം. അപ്പം മസാലയും റൈസും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഫ്ലേവർ നന്നായിട്ട് റൈസിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ പനീർ ബട്ടർ മസാല റൈസ് റെഡി. ഇത് സെർവ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഗ്രീൻ പുലാവാണ്. അതിന് വേണ്ടി നമുക്ക് ഒരു മസാല പേസ്റ്റ് അരിയണം. സോ കൈ നിറയെ മല്ലിയില ഇട്ടെടുക്കാം. ഹാൻഡ്ഫുൾ മല്ലിയില. ഞാൻ അതിൻ്റെ തണ്ടും എല്ലാം എടുക്കും.
അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ഗ്രീൻ ചില്ലി, 1 കഷ്ണം ഇഞ്ചി, 3 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടെ ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാം. പുലാവൊക്കെ ആയതുകൊണ്ട് നമുക്ക് നെയ്യിടാം. 1 ടീസ്പൂൺ ഓഫ് ഗീ, ഹോൾ സ്പൈസസ്, ഹോൾ ഗരം മസാല, പട്ടട ഇല, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കുറച്ച് എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ഇനി അതിനകത്തോട്ടേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീൻസ് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് കുക്കാവണം, അതുവരെ ഒന്ന് നമ്മളിത് വേവിക്കാം. നമ്മുടെ ഇതൊക്കെ കുറച്ച് കുക്കായിട്ടുണ്ട്, ക്യാരറ്റും ഗ്രീൻ പീസും. അടുത്തത് കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസാണ്, അതിൻ്റെ ഫ്രീസ്ഡ് ഗ്രീൻ പീസ്, അതും കൂടെ ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഗ്രീൻ മസാല ഇല്ലേ, അത് ഫുൾ ആഡ് ചെയ്യാം. മിക്സ് ചെയ്യാം. നല്ലൊരു മണമാണ് ഈ സമയത്ത്. ഒരു ബിരിയാണിയുടെ ഒക്കെ ഒരു മണം. ഇനി നമ്മുടെ ഈ ഒരു ഗ്രീൻ മസാല കുറച്ചൊന്ന് വറ്റണം, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറച്ചൊന്ന് കുറയണം, അതുവരെ നമുക്ക് കുക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഹൈ ഹീറ്റിൽ വയ്ക്കാം. ഇപ്പം തീ നല്ല ഹൈ ഹീറ്റിൽ വെച്ചോ, അപ്പം വാട്ടർ കണ്ടൻറ്റ് വേഗം വറ്റിക്കോളും. ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. സോൾട്ട് ചെക്ക് ചെയ്യുക, സോൾട്ട് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ലേശം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ബോയിൽഡ് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്യാം. ഹൈ ഹീറ്റിൽ തീ വെച്ചോ. കുറച്ച് ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ഉണ്ടാവും ഇത് കാണാൻ. ഓക്കെ, റൈസ് നല്ല രീതിയിൽ ഹോട്ടായിട്ടുണ്ട്. അവസാനം കുറച്ചും കൂടെ മല്ലിയില ഇടാം. അതുപോലെ തന്നെ കുറച്ച് ഒരു 2-3 ഡ്രോപ്സ് ലെമൺ ജ്യൂസ് ഒന്നൊന്ന് ഇളക്കാം. അവസാനം നമുക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസ് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഓക്കേ, നമ്മുടെ ഗ്രീൻ പുലാവ് റെഡി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. സോ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് 3 വെറൈറ്റീസ് ഓഫ് റൈസസ് ചെയ്തു. അപ്പോൾ നിങ്ങളിത് 3 ഒരേ സമയം ട്രൈ ചെയ്യാൻ ഞാൻ പറയില്ല. ഓരോ ദിവസമായിട്ട് നിങ്ങൾക്ക് ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലേഡീസ് ആരെങ്കിലും ആണെങ്കിൽ കുക്ക് ചെയ്യുന്നത് ആണോ ആവാമല്ലോ. അപ്പോൾ നിങ്ങൾ സ്വയമായിട്ട് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോബിനൊക്കെ പോകുമ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാം, കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാം. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായി, ഏത് വെറൈറ്റി റൈസാണ് ഇഷ്ടമായത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടെ ഇനാബിൾ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് മെനുവായിട്ട് അടുത്ത വീഡിയോയിലാണ്. അതുവരെയ്ക്ക് ബൈ, ടേക്ക് കെയർ.